അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. സൂപ്പർ നാരങ്ങാച്ചാറാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ നാരങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നാരങ്ങ വെള്ളമൊക്കെ കലക്കില്ലേ, അപ്പോൾ അതിൻ്റെ തൊലി എടുത്തിട്ട് ഒരു കുപ്പിയിലിട്ട് വെക്കുക. കുറച്ച് സുർക്കയും ഒഴിക്കുക, ഉപ്പും ഇട്ട് വെക്കുക. അപ്പോൾ ഇതുപോലെ ഇട്ട് വെക്കുക. അങ്ങനെ ഞാൻ ഇട്ട് വെച്ചിട്ട് ഒരുപാട് ആയതാണ് ഇത്. ഇനി ഒരു പാത്രത്തിലേക്ക് കൊട്ടിയിട്ട് ഇതിൽ നിന്ന് നുറുക്കിയെടുക്കണം. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ നാരങ്ങ വെള്ളത്തിലൊക്കെ പിഴിഞ്ഞിട്ട് ഇതേമാതിരിയാണ്. അപ്പോൾ ഇതൊന്ന് നുറുക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ കുപ്പിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് നുറുക്കിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ പിഴിഞ്ഞ ആ ചണ്ടീനെ ഒന്നും കൂടി ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നാരങ്ങ കൊണ്ട് 4 പീസാക്കി എടുത്തേക്കാണ്. പിന്നെ നമ്മൾ ഈ കുപ്പിയിൽ ഇട്ട് വെക്കുമ്പോൾ ഇല്ലേ, ഈ കുപ്പി എന്നും നമ്മൾ ഒന്ന് കുലുക്കി കൊടുക്കണം. ഇങ്ങനെ കുലുക്കി കൊടുക്കുക. നമ്മൾ ഇടുന്നത് അടിയിലേക്ക് വരുന്ന വിധത്തിൽ ഒന്ന് കുലുക്കി കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇട്ട് വെക്കേണ്ടത് കേട്ടോ. ഇതിൽ വെറും ഉപ്പും സുർക്കയും മാത്രമേ ഒഴിക്കണുള്ളൂ. പിന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലൊരു 5 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഇത്രയും പോകുന്നൊരു കായത്തിൻ്റെ പീസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കായം ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സെയിം എണ്ണയിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂണോളം ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 5 ടീസ്പൂണോളം ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് അതുപോലെ തന്നെ ഒരു 5 ടീസ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പച്ചച്ചോവ് വളർന്ന വരെ നന്നായി വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചച്ചോവ് മാറിയതിന് ശേഷം ഞാനൊരു 3 ടീസ്പൂണോളം അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂണോളം സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളും കൂടി നന്നായി വറുത്തെടുക്കാം. നമ്മൾ നേരത്തെ വറുത്തെടുത്തില്ലേ, ആ കായം പൊടിച്ചതാണിത്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ്സോളം വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുക്കാൽ ടീസ്പൂണോളാണ് ഉപ്പ് ചേർത്ത് കൊടുക്കണുള്ളൂ. നമ്മൾ നാരങ്ങയിൽ ഉപ്പും വിനാഗിരിയും ചേർത്തതാണല്ലോ, അതുകൊണ്ട് ഞാൻ മുക്കാൽ ടീസ്പൂണോളം ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കണുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, ഇതിൻ്റെ ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ നാരങ്ങ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിവിടെ ചൂടാറിയിട്ടുണ്ട്. ഈ ചൂടാറിയതിന് ശേഷം നമ്മുടെ നാരങ്ങാത്തൊലിയൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്നും നമ്മൾ ഇപ്പോൾ മിക്കവാറും ദിവസങ്ങളിലൊക്കെ നമ്മൾ നാരങ്ങ വെള്ളം കലക്കണതാണ്. അപ്പോൾ അതിൻ്റെ തൊലി ഇതുപോലെ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഇട്ട അന്ന് തന്നെ ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. നാരങ്ങത്തൊലി നന്നായി ഉപ്പ് പിടിച്ചത് കാരണം കൊണ്ട് നമുക്കിത് അച്ചാർ ഉണ്ടാക്കി അന്ന് തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാറാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാണ്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം.